നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ഭഗവാൻ വേദവ്യാസൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. ശ്രീമദ് ഭഗവത്ഗീതയിലെ ദൈവാസുര സമ്പദ് വിഭാഗയോഗത്തെ നാം മഹാഭാരതത്തിലൂടെ അതിലെ കഥകളിലൂടെ കഥാപാത്രങ്ങളിലൂടെ കാണുകയായിരുന്നു. അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗവ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായ തപ ആർജവം. ദൈവീ സമ്പത്തിൻ്റെ സവിശേഷതകളാണ് ഈ കേട്ടത്. ഇനിയുമുണ്ട് ആ സവിശേഷതകൾ. അതെല്ലാം ഈ കഥകൾക്കകത്തുകൂടി വളരെ വ്യക്തമായി വ്യാസൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൊല്ലിയ ആ ശ്ലോകത്തിലുള്ള ദൈവീ സമ്പദ് വിശേഷങ്ങൾ മുഴുവൻ നമ്മൾ കഥകളിലൂടെ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അഹിംസ സത്വസംശുദ്ധി. അഹിംസ, അതാണ് അടുത്തതായിട്ട് നാം അറിയേണ്ടതായ ദൈവീ സമ്പത്ത്. ആ ദൈവീ സമ്പത്തിനെ നമുക്ക് മഹാഭാരതത്തിലൂടെ നേരിട്ട് കാണാം. അഹിംസ എന്നാൽ ഈ ലോകത്തിൽ ആരോടും ദ്വേഷമില്ലാതിരിക്കുക, ആരോടും ദ്രോഹബുദ്ധിയില്ലാതിരിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കണം, ദ്രോഹിക്കണം, നശിപ്പിക്കണം തുടങ്ങിയതായ ആഗ്രഹങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലെ ഹിംസാവാസനകളാണ്. അത്തരം ദ്രോഹബുദ്ധിയുടെ അഭാവം, പകരം ലോകത്ത് ആരെയെല്ലാം ഏതെല്ലാം പ്രകാരത്തിൽ സഹായിക്കാൻ സാധിക്കുമോ വേണ്ടുന്നതായ സന്ദർഭങ്ങളിൽ ആ സന്ദർഭങ്ങളിലെല്ലാം സഹായിക്കുക, അതാണ് അഹിംസ എന്നുള്ളത്. ദ്രോഹബുദ്ധി ഇല്ലായ്മ, സഹായിക്കാനുള്ള ഉത്കടമായിട്ടുള്ള തയ്യാറെടുപ്പ്, ഇത് ദൈവീ സമ്പത്തിൽ അടുത്തതാണ്. ആ ദൈവീ സമ്പത്തിൻ്റെ ചിത്രണങ്ങൾ നമുക്ക് മഹാഭാരതത്തിൽ അനേക കഥാപാത്രങ്ങളിലൂടെ പല പല സന്ദർഭങ്ങളിൽ കാണാൻ കഴിയും. ഓരോ കഥാപാത്രങ്ങളുടെയും സ്വഭാവത്തിന് അല്പാൽപ ഭേദങ്ങളുണ്ട്. അതനുസരിച്ചിട്ട് അങ്ങനെയുള്ളതായ ആ കഥകളിലും തെല്ല് ഭേദങ്ങൾ കാണാൻ സാധിക്കും. ശ്രദ്ധ കൂടുതലുള്ള ആളുകളിൽ, ശ്രദ്ധയെക്കുറിച്ച് നമ്മൾ ശ്രദ്ധാത്രയ വിഭാഗയോഗത്തിൽ പഠിക്കും. ശ്രദ്ധ കൂടുതലുള്ള ആളുകളിൽ, വിശേഷിച്ചും സാത്വികീ ശ്രദ്ധ ഉള്ള ആളുകളിൽ ഈ അഹിംസ എന്നുള്ളതായ ഗുണം, മറ്റെല്ലാ ദൈവീ ഗുണങ്ങളും ദൈവീ സമ്പത്തുകളും വളരെയേറെ ശുദ്ധമായിട്ട് പൂർണ്ണ പ്രകാശത്തോടുകൂടി തെളിഞ്ഞു നിൽക്കും. എന്നാൽ ശ്രദ്ധയിൽ വരുന്നതായ കുറവുകൾ, അത് രാജസീ ശ്രദ്ധയാകാം. അപ്പോൾ സാത്വികീ ശ്രദ്ധയെക്കാളും
വളരെ താണു കഴിഞ്ഞു. പിന്നെ താമസി ശ്രദ്ധയാകാം, അത് രാജസത്തെക്കാളും താണു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ശ്രദ്ധയുടെ വ്യത്യാസം, അതനുസരിച്ചിട്ട് ഈ അഹിംസാ ബുദ്ധിയും ദ്രോഹം മറ്റുള്ളവരുടെ നേരെ വച്ച് പുലർത്താത്ത ബുദ്ധിയും ഭേദപ്പെട്ടിരിക്കും, വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ ഇവിടെ തികഞ്ഞ സാത്വിക ഗുണത്തിൻ്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുന്ന അഹിംസാബുദ്ധിയെയാണ് നേരിട്ട് കാണുന്നത്, ദ്രോഹബുദ്ധി ഇല്ലായ്മയാണ് നേരിട്ട് കാണുന്നത്. ആ ഒരൊറ്റ ഉദാഹരണം മതി നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ലഭിക്കാൻ. അതുകൊണ്ട് സാത്വിക ഭാവത്തിൻ്റെ പൂർണ്ണതയിൽ, സാത്വികീ ശ്രദ്ധയുടെയും പൂർണ്ണതയിൽ കാണപ്പെടുന്നതായ കഥാപാത്രത്തെ, ആ കഥാപാത്രത്തിൻ്റെ അഹിംസാബുദ്ധിയെ, ദ്രോഹബുദ്ധി ഇല്ലായ്മയെ നമ്മൾ നേരിട്ട് കാണും. എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ ഈ അവസരത്തിൽ ആകർഷിക്കുന്നത് ആദിപർവത്തിലേക്ക് തന്നെയാണ്. പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കാടുകളിലൂടെ സഞ്ചരിക്കുന്നു. അങ്ങനെയാണ് അവർ ഹിഡിംബവനത്തിലെത്തിയത്. അവിടെ വിപത്തുകൾ പലതും അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. അതിനെയെല്ലാം കരുത്തോടുകൂടി അവർ നേരിട്ടു. തുടർന്ന് അവരുടെ യാത്ര കൃത്യമായ ഒരു ലക്ഷ്യം വച്ചുകൊണ്ടല്ല, എങ്കിലും മറ്റാരും തങ്ങളെ അറിയരുത്, അതുകൊണ്ട് കാടിൻ്റെ ഉള്ളിൽ കൂടി തന്നെ അവരുടെ യാത്ര അവർ തുടരുന്നു. അങ്ങനെയുള്ളതായ യാത്രാമധ്യത്തിൽ വച്ചാണ് നമുക്ക് വ്യാസഭഗവാൻ അവരെ കാണാനായിട്ട് വന്നു ചേരുന്നത്, ദർശിക്കാനാവുക. സാത്വികീ ശ്രദ്ധയുടെ പൂർണ്ണത. അദ്ദേഹം മഹാബ്രഹ്മജ്ഞാനിയാണ്, ബാല്യത്തിലെ തന്നെ ആ തലത്തിലെത്തിയ ആളാണ്. ദ്രോഹബുദ്ധി ഇല്ലായ്മ അഥവാ അഹിംസയിൽ പൂർണ്ണമായ നിഷ്ഠ നമുക്ക് കാണാൻ കഴിയും. ഈ ലോകത്ത് എല്ലാവരെയും സഹായിക്കാനായിട്ട് വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഓടിയെത്തും, എവിടെയായാലും എത്തും. അദ്ദേഹം ബ്രഹ്മജ്ഞനാണ്, അതുകൊണ്ട് സർവ്വവ്യാപിയുമാണ്. അതുകൊണ്ട് ഏത് സ്ഥലത്തും ഏത് നിമിഷത്തിലും അദ്ദേഹത്തിന് ആവിർഭവിക്കാനും ആവശ്യം കഴിയുമ്പോഴേക്കും തിരോഭവിക്കാനും സാധിക്കും. ആവിർഭവിക്കലും തിരോഭവിക്കലും നമുക്ക് കാണാനുള്ള അവസരം തരികയും ആ അവസരത്തെ പിൻവലിക്കുകയും അതുമാത്രമാണ്. അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായ സർവ്വവ്യാപിത്വത്തിന് ആവിർഭാവ തിരോഭാവങ്ങൾ കൊണ്ട് യാതൊരു വ്യതിയാനവും സംഭവിക്കുന്നില്ല. അദ്ദേഹം പാണ്ഡവരുടെ മുന്നിൽ ആ വനത്തിൽ ആവിർഭവിക്കുന്നതും അവർക്ക് വേണ്ടുന്നതായ ദിശാബോധം നൽകുന്നതും അവരെ ഏകചക്രയിൽ കൊണ്ടുപോയി എത്തിക്കുന്നതുമൊക്കെ നമ്മൾ ഇവിടെ ഈ ആദിപർവത്തിലെ 155 സർഗത്തിൽ നേരിട്ട് കാണുന്നു. വൈശമ്പായന ഉവാച, വൈശമ്പായനൻ പറഞ്ഞു, ജനമേജയനോട് പറയാണ്. ജനമേജയൻ പ്രാർത്ഥിച്ചതനുസരിച്ചിട്ട് വ്യാസഭഗവാന്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് വ്യാസശിഷ്യനായ വൈശമ്പായനൻ ഗുരുനാഥൻ പഠിപ്പിച്ചതായ ഈ അത്ഭുതകരമായിരിക്കുന്ന ഇതിഹാസ കാവ്യത്തെ ജനമേജയനെ കേൾപ്പിക്കുന്ന ഭാഗമാണല്ലോ നാം നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനമേജയൻ്റെ കാതുകളിലേക്ക് വൈശമ്പായനൻ പാടുന്ന വ്യാസകാവ്യത്തിൻ്റെ കഥകൾ ഒന്നൊന്നായി കടന്നു ചെല്ലുന്നു. അതാണ് വൈശമ്പായനൻ പറഞ്ഞു, തേ വനേന വനം ഗത്വാ ഘനന്തോ മൃഗഗണാൻ ബഹൂൻ. അവർ പാണ്ഡവന്മാർ 5 പേരും അമ്മയും അവർ ഒരു വനത്തിൽ നിന്നിട്ട് വേറെ വനത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. വനങ്ങളിലെ പാർപ്പ് ഒരിക്കലും സുഖകരമല്ല, നമുക്കെല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടെന്നാൽ സാധാരണയായി മനുഷ്യൻ പരിചയിച്ചു പോകുന്നതായ ജീവിത സാഹചര്യങ്ങൾ അവിടെ ഇല്ല. പോരാത്തതിന് ദുഷ്ടമൃഗങ്ങളുടെ ആക്രമണ സന്ദർഭങ്ങളും ദുഷ്ടരാക്ഷസന്മാരുടെ അതിക്രമങ്ങളും ഒക്കെ വനത്തിലെ ജീവിതത്തിൽ ഭീതി വിതയ്ക്കുന്നു.
പാണ്ഡവന്മാർക്ക് ഭയമില്ല എങ്കിലും ഈ വിപത്തുകളെ അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് അവർ വളരെ വേഗത്തിൽ വനത്തിൽ നിന്ന് വനത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ ചെല്ലുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ ഒരുപക്ഷെ ആരെങ്കിലും അവരെ തിരിച്ചറിഞ്ഞു എന്ന് വരും. കുറേ കാലം ആരും അറിയാതെ കഴിയുക അതുതന്നെയാണ് വേണ്ടത് എന്ന് യുധിഷ്ഠിരൻ തീരുമാനിച്ചു. അങ്ങനെ അവർ വളരെ വേഗത്തിൽ വനത്തിനുള്ളിലൂടെ സഞ്ചരിക്കുകയാണ്. ആ യാത്രക്കിടയ്ക്ക് ധാരാളം ദുഷ്ടമൃഗങ്ങൾ അവരെ അതിക്രമിക്കാനായിട്ട് വരുന്നുണ്ട്. അവയെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ ആയുധങ്ങൾ കൊണ്ട് സംഹരിച്ചുകൊണ്ടാണ് അവരുടെ യാത്ര. അങ്ങനെ ആ മഹാരഥന്മാരായ രാജകുമാരന്മാർ അമ്മയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ഏതെല്ലാം രാജ്യങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത് എന്ന് പറയുകയാണ്. ആ രാജ്യങ്ങളിലെ കാടുകൾക്കുള്ളിലൂടെയാണ് അവരുടെ യാത്ര. മത്സ്യാംസ്, ത്രികർത്താൻ, പാഞ്ചാലാൻ, മത്സ്യരാജ്യത്തിലൂടെ അവർ യാത്ര ചെയ്തു. അതേപോലെ തന്നെ ത്രികർത്തൻ്റെ രാജ്യത്തിലൂടെ യാത്ര ചെയ്തു. പാഞ്ചാലദേശത്തുകൂടി അവർ യാത്ര ചെയ്തു. കീചകാൻ അന്തരേണച്ച, അവർ ഇങ്ങനെ ഒരു രാജ്യത്തിൽ നിന്ന് വേറെ രാജ്യത്തിലേക്ക് കാടുകളിൽ കൂടി അവരുടെ യാത്ര തുടരുകയാണ്. അങ്ങനെയുള്ള ആ യാത്രയിൽ അവർ മനോഹരങ്ങളായ കാടുകളെ കണ്ടു. രമണീയാൻ വനോദ്ദേശാൻ പ്രേക്ഷമാണ സരാംസിച്ച, രമണീയങ്ങളായ കാടുകളെ അവർ കണ്ടു. വൃക്ഷങ്ങൾ കൊണ്ട് നിബിഡമായി, പഴങ്ങൾ കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടും സമലങ്കൃതമായി, കളകൂചിതം പൊഴിക്കുന്ന പക്ഷികളെ കൊണ്ട് നിറഞ്ഞതായി, ആരെയും ആകർഷിക്കുന്നതായ കാടുകൾ, സമൃദ്ധമായ കാടുകൾ, അതേപോലെ തന്നെ വലിയ വലിയ പർവ്വതദേശങ്ങൾ, എല്ലാം മനുഷ്യർ ഇല്ലാതെ മൃഗങ്ങൾ മാത്രം നിറഞ്ഞ സ്ഥലങ്ങളാണ്. അവയെല്ലാം കണ്ടുകൊണ്ട് അവയുടെ എല്ലാം സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടും സരാംസിച്ച തടാകങ്ങളെ കണ്ടുകൊണ്ടും ആ തടാകങ്ങളിലെ ജലം പാനം ചെയ്തും അതിൽ സ്നാനം ചെയ്തും ഒക്കെ അവർ വളരെ വേഗത്തിൽ യാത്ര ചെയ്യുന്നു. അഥവാ ആരെങ്കിലും ഏതെങ്കിലും കാരണവശാൽ എവിടെങ്കിലും വെച്ച് കണ്ടുപോയാലോ അവർ തിരിച്ചറിയുക, അതിനു വേണ്ടിയിട്ട് അവർ വേഷത്തിലും കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തി. ജഡാകൃത്വ ആത്മന സർവേ വൽക്കലാജിനവാസസഹ, അവർ 5 പേരും ശിരസിൽ ജട ധരിച്ചു. അപ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ തപസ്വികളാണ് എന്ന് കരുതിക്കൊള്ളും. എന്നിട്ട് ധരിക്കുന്ന വസ്ത്രമോ മരൗരി, വൽക്കലം മരൗരി, പിന്നെ അജിനം മാനിൻ്റെ തോല്. ഇതാണ് സാധാരണ സന്യാസിമാർ, കാട്ടിൽ തപസ് ചെയ്യുന്ന ഋഷിമാർ ധരിക്കുക. അങ്ങനെ മാൻതോലും മരൗരിയും ഒക്കെ ധരിച്ച് ജട വളർത്തി. സഹകുന്ത്യ മഹാത്മാനോ ബിഭ്രതസ്താപസം വപു, തപസ്വിമാരുടെ രൂപഭംഗിയോട് രൂപസവിശേഷതകളോട് കൂടിയവരായിട്ട് അമ്മയായ കുന്തിദേവിയോടൊപ്പമാണ് അവരുടെ യാത്ര. അങ്ങനെയുള്ള ആ യാത്രയിൽ കുറേ നടക്കുമ്പോഴേക്കും അമ്മയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ട് തോന്നും. അപ്പോഴേക്കും എന്തു ചെയ്യും? ക്വചിത് വഹന്തോ ജനനീം ത്വരമാണ് മഹാരഥാഹ, ആ മഹാരഥന്മാർ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ എടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ ഓടി സഞ്ചരിക്കും. വളരെ വേഗത്തിലാണ് ആ യാത്ര പലപ്പോഴും. അപ്പോൾ അമ്മയെ അവർ എടുത്തിട്ടുണ്ടാകും. ക്വചിത് ഛന്ദേന ഗച്ഛന്തഃ, ചിലയിടങ്ങളിൽ അവരുടെ മനസ്സിന് ഇണങ്ങുന്ന പ്രകാരത്തിൽ അല്പം വിശ്രമം പൂണ്ട മാനസികാവസ്ഥയോട് കൂടിയവരായിട്ട് മെല്ലെ സുഖകരമായ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ നടക്കും. ഇങ്ങനെ ഉള്ള യാത്രക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രസഭം പുന, വളരെ വേഗത്തിലും അവർ സഞ്ചരിക്കും. ഈ പ്രകാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ എടുത്തുകൊണ്ടും ചില അവസരങ്ങളിൽ മെല്ലെ നടക്കുന്ന അവസരങ്ങളിൽ അമ്മയ്ക്ക് നടക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ടും ഇങ്ങനെ അവർ 6 പേരുമായിട്ട് വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. ആ സഞ്ചാരത്തിനിടയ്ക്കും അവർ അവരുടെ നിത്യകർമ്മങ്ങളിൽ ഒന്നിലും കുറവ് വരുത്തിയില്ല. വേദാദികൾ, ഈ മഹാഗ്രന്ഥങ്ങളെല്ലാം ബാല്യത്തിലെ തന്നെ ഗുരുമുഖത്ത് നിന്ന് പഠിച്ച് ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എങ്കിലും ദിവസവും അവയെല്ലാം തന്നെ
പാരായണം ചെയ്യേണ്ടത് കർത്തവ്യത്തിൻ്റെ ഭാഗമാണ്, അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ബ്രാഹ്മം വേദമധീയാന വേദാംഗാനിച്ച സർവശഃ, വേദങ്ങൾ ഭംഗിയായിട്ട് വിധിപ്രകാരം, ആചാരവിധിപ്രകാരം ഗുരുകുലത്തിൽ നിന്ന് പഠിച്ച പ്രകാരത്തിൽ അവർ വേദങ്ങൾ ചൊല്ലിക്കൊണ്ടും അതേപോലെ തന്നെ വേദത്തിൻ്റെ അംഗങ്ങളായിരിക്കുന്ന ശാസ്ത്രങ്ങൾ, ശിക്ഷാകൽപ്പം, നിരുക്തം, വ്യാകരണം, ഛന്ദസ്, ജ്യോതിഷം എന്നിവ അവയും യഥായോഗ്യം പാരായണം ചെയ്തുകൊണ്ടും നീതിശാസ്ത്രം ച, അവർ രാജാക്കന്മാരാണ്, രാജാക്കന്മാർക്ക് നീതിശാസ്ത്രവും ഇതിനോടൊപ്പം വേണം, വേദാംഗങ്ങളോടൊപ്പം വേണം. അടിസ്ഥാനം എല്ലാറ്റിനും വേദമാണ്, പക്ഷേ അതോടൊപ്പം നീതിശാസ്ത്രവും വേണം. ആ നീതിശാസ്ത്രത്തെയും അവർ വീണ്ടും വീണ്ടും ഉരുക്കഴിച്ചുകൊണ്ട് എല്ലാ ദിവസവും അതിനു വേണ്ടിയിട്ടുള്ളതായ സമയം അതിനുവേണ്ടി അതിരാവിലെ അവർ ഉപയോഗിച്ചുകൊണ്ട് സർവജ്ഞ ദദർശസ്തേ പിതാമഹം, അങ്ങനെ സർവജ്ഞരായിരിക്കുന്ന ആ രാജകുമാരന്മാർ അമ്മയോടൊപ്പം ഒരു അവസരത്തിൽ ആ കാട്ടിനുള്ളിൽ വെച്ച് പിതാമഹനെ നേരിട്ട് കണ്ടു.